മക്കളുമാരെ രാവിലെ ചേച്ചി ഭയങ്കര ജോലിയിലാണ് കേട്ടോ. ഇന്നലെ രാത്രി ഒന്നും ചെയ്തൊന്നും വെച്ചില്ല. മെനിങ്ങാന്ന് ഞാൻ തേങ്ങ തിരുമ്മി വെച്ചു. അതുകൊണ്ട് എനിക്ക് ഇന്നലെ നല്ലതായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്ത് വെച്ചില്ല. ഇനി ഒന്നേന്നെല്ലാം തുടങ്ങണം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ആദ്യം തേങ്ങ തിരുമ്മുകയാണ്. തേങ്ങ തിരുമ്മി കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ചെറിയ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി ഇളക്കുക. എന്ന് വെച്ചാൽ തേങ്ങ അതിന് ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല തേങ്ങയ്ക്ക് നല്ല വിലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചുരണ്ടി എടുക്കും കേട്ടോ. അത് ഞാൻ ഇഞ്ചിക്കൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടൊക്കെ അതെടുക്കും. പാലാണെങ്കിൽ വന്നതേ ഉള്ളൂ. വന്നിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. ഇന്ന് ഒരുപാട് താമസിച്ചു പാല് വരാൻ. കണ്ണമ്മോൻ ചായ കുടിക്കാതെയാണ് ഇന്ന് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരാളെ കണ്ടോ. ഇത് സിയാമോടെ കുഞ്ഞായിരുന്നു കേട്ടോ. ഒരാൾ കൊണ്ടുപോയിട്ട് അവർ തിരിച്ചു കൊണ്ട് തന്നിട്ട് പോയി. അവർക്ക് നോക്കാൻ വയ്യാന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവനാണ് യവൻ. അപ്പം ഞാൻ തേങ്ങ തിരുമ്മിയിട്ട് ആദ്യം മീൻകറിക്കും എല്ലാത്തിനും അങ്ങ് അരച്ച് വെച്ച്. എന്താണെന്ന് വെച്ചാൽ കറണ്ട് വന്നും പോയി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഉണങ്ങിയ വിറകെല്ലാം തീർന്ന്. പിന്നെ ഞാൻ ആ പച്ച വിറക് വെച്ചിട്ടാണ് ഇന്ന് കത്തിക്കുന്നത്. ഇങ്ങനെ പുകഞ്ഞിരിക്കുവാണ് കേട്ടോ. ഒരുവിധം വാടിയ വിറക് നോക്കിയാണ് ഉള്ളിപ്പറക്കി കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് പിന്നെ ഓരോ ചിരട്ടയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും. ഇങ്ങനെ കാറ്റടിച്ച് പുകഞ്ഞിരിക്കും. ഇനി പുക എല്ലാം കൂടെ അടുക്കളയ്ക്കകത്ത് കയറും. പിന്നെ അതെല്ലാം കുത്തിക്കയറ്റി പറക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഇരുന്ന് കത്തട്ടെ. അപ്പോൾ ഇന്ന് ഇഞ്ചിക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി നേരത്തെ ഞാൻ ചുരണ്ടി വെച്ചിരുന്നു. അതിനകത്ത് ഞാൻ കുറച്ചെടുത്ത് അരിയുവാണ് ഇഞ്ചിക്കറിക്ക്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിക്ക് തേങ്ങയും കൂടെ അങ്ങ് വറക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ വെള്ളരിക്ക പച്ചടി വെക്കണമെന്ന് വെച്ച്, പക്ഷേ നടന്നില്ല. ഇന്ന് വെള്ളരിക്ക പച്ചടി ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ തേങ്ങയും വറുത്ത് പച്ചടിക്ക് ഇഞ്ചി എല്ലാം കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ എൻ്റെ പിച്ചാത്തിയുടെ കാര്യം ചോദിച്ച്. എൻ്റെ പിച്ചാത്തി ഭയങ്കര മൂർച്ചയുള്ള പിച്ചാത്തിയാണ് കേട്ടോ. പക്ഷേ ഇതിന് പിടിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എല്ലാത്തിനും അരിയൊക്കെ ചെയ്യുന്നത്. ഏറ്റവും നല്ല ഇവിടുത്തെ നല്ല മൂർച്ചയുള്ള ഈ പിച്ചാത്തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തോരനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ അരിയുന്നത് ഈ പിച്ചാത്തി കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പച്ചടിക്ക് അരിഞ്ഞ് കഴിഞ്ഞ് ഇനി ഇഞ്ചി വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും